വളരെ കാലമായി പുരുഷന്റെ ലൈംഗിക സംതൃപ്തിക്കുള്ള ഒരു ഉപകരണമായി മാത്രമേ സ്ത്രീകളെ കണ്ടിരുന്നുള്ളൂ. പുരുഷന്റേതിന് സമാനമായ രീതിയിലല്ല സ്ത്രീയുടെ രതിമൂർച്ച. മാത്രമല്ല, സ്ത്രീകളിൽ അത് വ്യത്യസ്തമായിരിക്കുകയും ചെയ്യുന്നു. സ്ത്രീയുടെ ലൈംഗിക ഉത്തേജനവും സംതൃപ്തിയും തികച്ചും വിഭിന്നമാണ്. ചില സ്ത്രീകൾ വളരെ തീവ്രമായി ഉത്തേജിപ്പിക്കുക മാത്രം ചെയ്താൽ പോലും രതിമൂർച്ചയിൽ എത്താറുണ്ട്. അതിന് ലൈംഗിക ബന്ധം വേണമെന്നേയില്ല. പക്ഷെ വളരെ ചുരുക്കം സ്ത്രീകൾക്ക് മാത്രമേ ഈ അനുഭവം ഉണ്ടാകാറുള്ളൂ. ഭൂരിഭാഗം സ്ത്രീകളെയും ഒന്നാമത്തത് യോനിയിലൂടെ രതിമൂർച്ച അനുഭവിക്കുന്നവരെന്നും രണ്ടാമത്തെ വിഭാഗം ഭഗനശേഷണയിലൂടെ രതിമൂർച്ച അനുഭവിക്കുന്നവരെന്നും അങ്ങനെ രണ്ടായിട്ടാണ് നമുക്ക് തിരിക്കേണ്ടത്. ചിലർക്കാകട്ടെ ജി സ്പോട്ട് ത്രസിപ്പിച്ചാൽ മാത്രമേ വൈകാരിക മൂർച്ച കൈവരൂ. ചില സ്ത്രീകൾക്ക് ലൈംഗിക കേളികൾക്കിടയിൽ ഒന്നിലേറെ തവണ രതിമൂർച്ച അനുഭവപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ലൈംഗികതയുടെ കാര്യത്തിൽ സാധാരണ പുരുഷന് പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് സ്ത്രീയുടെ ലൈംഗിക സവിശേഷതകൾ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒട്ടേറെ ധാരണകളും ധാരണ പിശകുകളും നിലനിൽക്കുന്നുണ്ട്. സ്ത്രീയുമായി നല്ല ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്നവർ തെറ്റിദ്ധാരണകൾ മാറ്റി സ്ത്രീയെ വേണ്ട രീതിയിൽ തിരിച്ചറിഞ്ഞ മതിയാകും. സ്നേഹവും പരിലാളനങ്ങളും ബാഹ്യകേളികളും എല്ലാം പുരുഷനേക്കാളേറെ സ്ത്രീയെ ലൈംഗികമായി ഉത്തേജിപ്പിക്കുകയും രതിമൂർച്ചയിൽ എത്താൻ വലിയൊരു അളവ് വരെ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് പുരുഷന്മാർ തിരിച്ചറിയേണ്ടതുണ്ട്. പുരുഷന്റെ ചില പൊതുവായ തെറ്റിദ്ധാരണകളും സത്യങ്ങളെയും കുറിച്ച് നമുക്ക് നോക്കാം. തെറ്റിദ്ധാരണ 1. ലിംഗം വലുതാണെങ്കിൽ സ്ത്രീക്ക് മെച്ചപ്പെട്ട ലൈംഗിക സംതൃപ്തിയും രതിമൂർച്ചയും ലഭിക്കും. ഇത് തീർത്തും തെറ്റായ ഒരു ധാരണമാണ്. വലിപ്പത്തിലല്ല കാര്യം, പ്രവൃത്തിയിലാണ്. പുരുഷന്റെ ലിംഗത്തിന് വലിപ്പവും സ്ത്രീയുടെ രതിമൂർച്ചയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് തിരിച്ചറിയാം. വലുതായാലും ചെറുതായാലും അവയെപ്പോലെ സ്വീകരിക്കാൻ പ്രാപ്തമാണ് സ്ത്രീയുടെ യോനി. അതിന് പാകത്ത് ഇലാസ്തികതയുള്ള, ആവശ്യത്തിനനുസരിച്ച് വികസിക്കാനും ചുരുങ്ങാനും ശേഷിയുള്ള കോശങ്ങളും മ്യൂക്കബ് മൈബ്രനുകളും നിറഞ്ഞതാണ് യോനിയുടെ ഉൾവശം. മറ്റൊരു കാര്യം, യോനിയുടെ അടിവശത്ത്, അതായത് ഗർഭപാത്രത്തോട് ചേർന്ന ഭാഗത്ത് രതിമൂർച്ചയെ സഹായിക്കുന്ന അല്ലെങ്കിൽ സംതൃപ്തി നൽകാൻ സഹായിക്കുന്ന നാഡീഞരമ്പുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. യോനിയുടെ മുഖത്ത് നിന്നും 2 ഇഞ്ച് താഴെ വരെയാണ് ഇവയുള്ളത്. അതുകൊണ്ട് ലിംഗത്തിൻ്റെ വലുപ്പം 2.5 3 ഇഞ്ച് വലുപ്പമാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിലൂടെ സംതൃപ്തി പകരാനാകും. ജി സ്പോട്ട് എന്ന രതിയുടെ കൊടുമുടി ഈ 2 ഇഞ്ചിനും ഉള്ളിൽ തന്നെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സാമാന്യ വലിപ്പമുള്ള ലിംഗത്തിന് ജി സ്പോട്ടിനെയും ത്രസിപ്പിക്കാനാകും. മറ്റൊന്ന്, ചെറിയ ലിംഗമാണ് കാഴ്ചയിൽ ക്യാമൻ അല്ലെങ്കിലും കളിയിൽ ക്യാമൻ. തെറ്റിദ്ധാരണ അടുത്തത്, ലൈംഗികമായി സംതൃപ്തി നേടാൻ സ്ത്രീക്ക് രതിമൂർച്ച ഉണ്ടായേ തീരും. അതും തെറ്റാണ്, വേണമെന്നില്ല. മിക്ക സ്ത്രീകളും രതിമൂർച്ച ഉണ്ടായാലും ഇല്ലെങ്കിലും ലൈംഗികമായി സംതൃപ്തി നേടുന്നവരാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചത്. എല്ലാ ലൈംഗിക ബന്ധത്തിനൊടുവിലും രതിമൂർച്ച ഉണ്ടാവുന്നത് വളരെ അഭികാമ്യമാണ് എന്ന് പൊതുവിൽ പറയാം. എന്നാൽ മിക്ക സ്ത്രീകളും രതിമൂർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ശാരീരികമായും വൈകാരികമായും സംതൃപ്തി നേടുന്നുണ്ട്. പ്രശ്നമുണ്ടാവുന്നത് ഒരൊറ്റ ലൈംഗിക ബന്ധം വഴിയും സ്ത്രീക്ക് രതിമൂർച്ച കിട്ടാതെ വരുമ്പോഴാണ്. ഇത് പുരുഷന്റെ കഴിവുകേടായി സ്ത്രീ വ്യാഖ്യാനിച്ചേക്കാം. സ്വന്തം കാര്യം മാത്രം നോക്കി ധൃതി പിടിച്ച് സംഗതി തരപ്പെടുത്തുന്ന പുരുഷന്മാരാണ് സ്ത്രീയെ ഈ ദുഃഖാവസ്ഥയിൽ ഉപേക്ഷിച്ചു പോകുന്നത്. ബാഹ്യലീലകൾ വഴി നല്ലപോലെ ഉത്തേജിപ്പിച്ച ശേഷം രതിലീലകൾ നടത്തിയാൽ മിക്ക സ്ത്രീകൾക്കും ലൈംഗികമായ സംതൃപ്തി ലഭിക്കും. അടുത്ത തെറ്റിദ്ധാരണ, യോനിയിലെ രതിമൂർച്ചയാണ് ഭഗനശേഷണയിലെ രതിമൂർച്ചയേക്കാൾ മെച്ചം. രതിമൂർച്ചയുടെ കാര്യത്തിൽ ഓരോ സ്ത്രീക്കും ഓരോ താല്പര്യമാണുള്ളത്. നല്ലൊരു വിഭാഗം സ്ത്രീകൾക്ക് ഭഗനശേഷണയിലെ ലഭിക്കുന്ന സംതൃപ്തിയാണ് പ്രധാനം. ചിലർക്ക് സ്തനങ്ങളുടെ വളരെ നീണ്ട പരിലാളനത്തിലൂടെയും ചിലപ്പോൾ രതിമൂർച്ച കിട്ടാറുണ്ട്. പക്ഷെ ഭൂരിഭാഗം സ്ത്രീകൾ യോനിനാളത്തിലൂടെയോ അതിലുള്ള ജി സ്പോട്ടിലെയോ ഉള്ള രതിമൂർച്ചയാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അതുവഴിയാണ് അവർക്ക് രതിമൂർച്ച ഉണ്ടാവുന്നത്. ഇതിനർത്ഥം ഒന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചമാണെന്നല്ല. പക്ഷെ പുരുഷൻ ശ്രദ്ധിക്കേണ്ടത് ഭഗനശേഷണ വഴി രതിമൂർച്ച ലഭിക്കുന്ന സ്ത്രീകളെ അത് ലഭിക്കാൻ അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ലൈംഗിക ലീലകളും പ്രവർത്തനങ്ങളും നടത്തണമെന്നാണ്. അടുത്ത തെറ്റിദ്ധാരണ, സുന്നത്ത് കഴിച്ച ലിംഗത്തിന് സ്ത്രീക്ക് രതിമൂർച്ച നൽകാനാവില്ല. ഇത് പ്രധാനമായും പാശ്ചാത്യരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് ശരിയായിരുന്നുവെങ്കിൽ ലോകത്തിലെ മുസ്ലിം സ്ത്രീകൾക്കും
യൂത സ്ത്രീകൾക്കും ഒരിക്കലും രതിമൂർച്ച ഉണ്ടാകുമായിരുന്നില്ലല്ലോ. മിക്ക സ്ത്രീകൾക്കും യഥാർത്ഥ ലൈംഗിക ബന്ധത്തിനിടയിൽ സുന്നത്ത് ചെയ്തതോ അല്ലാത്തതോ ആയ ലിംഗത്തിൻ്റെ വ്യത്യാസം തിരിച്ചറിയുക പോലുമില്ല. ലിംഗത്തിൻ്റെ അഗ്രചർമ്മത്തിൻ്റെ സാന്നിധ്യം പ്രത്യേകിച്ചും അത് കൂടി നിൽക്കാതെ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാവുന്ന രീതിയിലാണെങ്കിൽ ചിലപ്പോൾ പ്രത്യേക സുഖം നൽകാൻ സഹായിച്ചേക്കും. സുന്നത്ത് ചെയ്ത ലിംഗത്തിന് പൊതുവിൽ രതിക്രീഡകളുടെ സമയം നീട്ടിയെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇതൊന്നും സ്ത്രീയുടെ രതിമൂർച്ചയുമായി ഒരു തരത്തിലും ബന്ധപ്പെടുന്നില്ല. എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചായിരിക്കും എന്ന് മാത്രം. അടുത്ത തെറ്റിദ്ധാരണ, ഗർഭനിരോധന ഉറകൾ സ്ത്രീയുടെ രതിമൂർച്ചയ്ക്ക് തടസ്സമാകും. നേരത്തെ പറഞ്ഞ പോലെ ഇതിനും വാസ്തവത്തിൽ സ്ത്രീയുടെ രതിമൂർച്ചയുമായി ഒരു ബന്ധവുമില്ല. കോണ്ടം ധരിക്കുന്നത് കൊണ്ട് പുരുഷൻ്റെ സ്ഖലന സമയം അല്പം നീട്ടിക്കിട്ടുമായിരിക്കാം. യോനിക്കുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കോണ്ടം ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് മിക്ക സ്ത്രീകൾക്കും പ്രശ്നമാകാറില്ല. എന്നാൽ ലൈംഗിക കേളിക്ക് മുമ്പ് ലിംഗത്തിൻ്റെ ഈ ഉറ ധരിച്ചു കാണുന്നത് പല സ്ത്രീകൾക്കും ഇഷ്ടക്കേട് ഉണ്ടാവാറുമുണ്ട്. അങ്ങനെ ഒരു പക്ഷേ സംതൃപ്തിക്കുറവ് മാനസികമായി തോന്നാം എന്നേയുള്ളൂ.